Good afternoon all. നമ്മൾ DBMSൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാറ്റാബേസ് എന്താ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താ, അതുപോലെ തന്നെ കുറച്ച് ബേസിക് കൺസെപ്റ്റുകളും അതുപോലെ തന്നെ DBMSൻ്റെ നീഡും പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് DBMS. What do you mean by DBMS? DBMS means it is a set of programs that is used to create and maintain database. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും, അതായത് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസിനെയൊക്കെ റിട്രീവ് അല്ലെങ്കിൽ എടുക്കാനും അങ്ങോട്ടേക്ക് ഡാറ്റാസ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് എന്ത്, DBMS. ഓക്കെ, സോ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെഗ്രിഗേഷൻ ഓഫ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം, അതായത് ഒരുപാട് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് അത് വേർതിരിച്ച് നിർത്തുന്നുണ്ട് എന്ത്, DBMS. നെക്സ്റ്റ്, മിനിമൽ ഡാറ്റ ഡ്യൂപ്ലിക്കേസി ഓർ ഡാറ്റ റിഡൻഡൻസി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസ്, ഒന്നിൽ കൂടുതൽ ഡാറ്റാസ് സെയിം ഡാറ്റാസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ എന്ത് ചെയ്യും, ഇത് മിനിമൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുറയ്ക്കുന്നുണ്ട്. ഈസി റിട്രീവൽ ഓഫ് ഡാറ്റ യൂസിങ് ദി ക്വറി ലാംഗ്വേജ്, അതായത് ക്വറി ലാംഗ്വേജ് മീൻസ് എന്താ, നമ്മൾ SQL കുറേ ലാംഗ്വേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത്, ഡാറ്റാബേസിലുള്ള ഡാറ്റാസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നതും അതിലേക്ക് ഡാറ്റാസ് കൊടുക്കുന്നതൊക്കെ. സോ നമുക്ക് ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ഡാറ്റാസിനെ റിട്രീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എടുക്കാൻ പറ്റും. നെക്സ്റ്റ്, റെഡ്യൂസ്ഡ് ഡെവലപ്മെൻറ്റ് ടൈം ആൻഡ് മെയിൻ്റനൻസ് നീഡ്, അതായത് നമുക്ക് ഇപ്പോൾ ഡാറ്റാബേസ് എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമൊക്കെ എന്താ, ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം എന്താ, കുറവാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻ്റനൻസ് നീഡ്, അതായത് അധികം എറേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മെയിൻ്റനൻസ് ഒക്കെ കുറവായിരിക്കും. നെക്സ്റ്റ്, വിത്ത് ക്ലൗഡ് ഡാറ്റാ സെൻറ്റേഴ്സ് വി നോ ഹാവ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് കേപ്പബിൾ ഓഫ് സ്റ്റോറിങ് ഓൾമോസ്റ്റ് ഇൻഫൈനൈറ്റ് ഡാറ്റ. ദാറ്റ് മീൻസ് നമുക്കറിയാം ക്ലൗഡ് ഡാറ്റാ സെൻറ്റേഴ്സ്, ക്ലൗഡ് മീൻസ് എന്താ, ഒരു സ്റ്റോറേജ് ഏരിയ തന്നെയാണ് ഇത്. അതായത് ഇപ്പോൾ നമ്മളെ ഗൂഗിൾ ഡ്രൈവ് അതുപോലെ തന്നെ നമ്മൾ വൺ ഡ്രൈവ് ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഡ്രൈവിലേക്ക് സ്റ്റോർ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് എവിടെയോ ഉള്ളൊരു സ്പേസിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. സോ വിത്ത് ക്ലൗഡ് ഡാറ്റാ സെൻറ്റേഴ്സ് വി നൗ ഹാവ് ഡാറ്റാബേസ് മാനേജർ. അതിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് DBMS ഡാറ്റാബേസാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് എന്താ, ഇൻഫിനൈറ്റ് ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതായത് ഒരുപാട് ഡാറ്റാസ് നമുക്കതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മേക്സ് ഇറ്റ് വെരി ഈസിയർ ടു ആഡ് എ ഡാറ്റാബേസ് ടു ഓൾമോസ്റ്റ് എനി ആപ്ലിക്കേഷൻ ഓർ വെബ്സൈറ്റ്. അതായത് നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ അതുപോലെ തന്നെ വെബ്സൈറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റാബേസ് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് അവയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് ഇറ്റ്സ് കോംപ്ലക്സിറ്റി, അതായത് കോംപ്ലക്സിറ്റി കുറച്ച് കൂടുതലാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഡാറ്റാബേസിൽ ഒരു ടേബിൾസ് മാത്രം ഒരുപാട് ടേബിൾസും, ഇപ്പോൾ ഒരു വലിയൊരു ഹോസ്പിറ്റലിൻ്റെയോ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒക്കെ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ എന്താ, ഒരുപാട് ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്തായിരിക്കും, കുറച്ച് കൂടുതലാണ്. അതൊരു ഡിസഡ്വാൻറ്റേജസിൽ നമുക്ക് ഉൾപ്പെടുത്താം. നെക്സ്റ്റ്, എക്സെപ്റ്റ് MySQL വിച്ച് ഈസ് ഓപ്പൺ സോഴ്സ്, licensed DBMSs are generally costly. That means MySQL എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് മീൻസ് അതിൻ്റെ സോഴ്സ് കോഡ്സ് ഒക്കെ നമുക്ക് പെയ്ഡ് അല്ലാതെ പൈസ കൊടുക്കാത്ത നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ലൈസൻസ്ഡ് DBMS ആർ ജനറലി കോസ്റ്റ്ലി. സോ നമ്മൾ MySQL അല്ല നമ്മൾ ഡാറ്റാസ് അതിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ലാംഗ്വേജസിനൊക്കെ എന്താ, ലൈസൻസ്ഡ് ലാംഗ്വേജസിനൊക്കെ എന്താ, അത് ജനറലി കോസ്റ്റ്ലി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദേ ആർ ലാർജ് ഇൻ സൈസ്, അതുപോലെ തന്നെ അതൊക്കെ സൈസ് കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? നെക്സ്റ്റ്, ഇതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻസ് മീൻസ് നമ്മൾ റിയൽ ടൈം ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ബാങ്കിങ്ങിൽ എന്താ, ഓൾ ട്രാൻസാക്ഷൻസ്, എല്ലാ ട്രാൻസാക്ഷൻസും ത്രൂ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റാസൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ നമ്മൾ ബാങ്കിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് എയർലൈൻസ്, റിസർവേഷൻ ഷെഡ്യൂൾസ്, അതായത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതൊക്കെ ഓരോ നമ്മൾ സൈറ്റിലൂടെ അല്ലേ ചെയ്യുന്നത്. സോ ഇതൊക്കെ എന്തിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡാറ്റാബേസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സോ നമുക്ക് എയർലൈൻസിൽ DBMSൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറയാം അല്ലേ. നെക്സ്റ്റ് എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സിറ്റീസ്, രജിസ്ട്രേഷൻ, ഗ്രേഡ്സ്, അതായത് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ എന്തൊക്കെ വരും, നമ്മൾ അക്കാഡമിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, അവരുടെ മാർക്ക്, അതുപോലെ തന്നെ രജിസ്ട്രേഷന്, ഗ്രേഡ്, കുറേ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് സെയിൽസ്, കസ്റ്റമർ, പ്രൊഡക്ട്സ്, പർച്ചേസസ്, കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, എത്ര എണ്ണം പർച്ചേസ് ചെയ്തു, അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എന്താ ത്രൂ ഡാറ്റാബേസാണ് നടക്കുന്നത്. നെക്സ്റ്റ് ഓൺലൈൻ റീറ്റെയിലേഴ്സ്, ദാറ്റ് മീൻസ് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും അതിലും കുറേ ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓൺലൈൻ റീറ്റെയിലേഴ്സിൽ നമുക്ക് DBMSൻ്റെ ആപ്ലിക്കേഷൻ പറയാം. നെക്സ്റ്റ് മാനുഫാക്ചറിങ് മീൻസ് പ്രൊഡക്ഷൻ, ഇൻവെൻട്രി, ഓർഡർ, സപ്ലൈ ചെയിൻ. അതായത് ഇപ്പോൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര പ്രോഡക്ട്സ് വേണം, അല്ലെങ്കിൽ എത്ര അതിൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് മാനുഫാക്ചറിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ്, എംപ്ലോയി റെക്കോർഡ്സ്, സാലറീസ്, ടാക്സ് ഡിഡക്ഷൻസ്, ഈ ഏരിയയിലൊക്കെ എന്താണ് നമ്മൾ DBMSൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ബാങ്കിങ്, എയർലൈൻസ്, യൂണിവേഴ്സിറ്റീസ്, സെയിൽസ്, ഓൺലൈൻ റീറ്റെയിലേഴ്സ്, മാനുഫാക്ചറിങ്, ഹ്യൂമൻ റിസോഴ്സ്. ഇതിപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ജസ്റ്റ് പോയിന്റ് വൈസ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. സോ നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.